2025 മെയ് 1 സഹോദരൻ മെമ്മോറിയൽ ഹൈസ്കൂൾ ഗോൾഡൻ ജൂബിലി ബാച്ച് 1974-75 കുടുംബസംഗമവും പുസ്തക പ്രകാശനവും നടത്തി. പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ തലപ്പരിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി EM പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. 9ാം ക്ലാസ്സിലെ 2 കുട്ടികൾക്ക് യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ നൽകി. സുനിത ഷൈൻ എഴുതിയ പാരിജാതം പൂത്ത ബാല്യം എന്ന പുസ്തകം പൂയപ്പള്ളി തങ്കപ്പൻ മാസ്റ്റർ, PK മീര ടീച്ചർ എന്നിവർ പ്രകാശനം ചെയ്തു. കലാവിരുന്ന്, വിരുന്ന് സൽക്കാരം എന്നിവയും നടന്നു. ഗുരു ചിന്മയാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ മമ ഗുരു സച്ചിദാനന്ദ സച്ചിദാനന്ദ ഗുരു ചിന്മയാനന്ദ. ഈ പ്രോഗ്രാമിന്റെ ലൈസൻസ് കോഴ്സിലായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ഗോപാലകൃഷ്ണൻ തലപ്പരിക്കൽ, ആദരണീയനും ബഹുമാനീയനുമായ നമ്മുടെ ഗുരു ശ്രീ പൂയപ്പള്ളി തങ്കപ്പൻ സാർ, നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറായ ഷൈൻ്റെ സഹോദരമണി ശ്രീമതി സുനിത ഷൈൻ, ഇന്ന് നമ്മുടെ ഈ ചടങ്ങിൻ്റെ ഒരു പ്രധാന കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടിയിരിക്കുന്ന ചെറുതയുടെ ടീച്ചർ ശ്രീ മീര ടീച്ചർ, മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളെ, ഈ ഗ്രൂപ്പിലെ മറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റ് ഔദ്യോഗികാംശങ്ങളുടെ സുഹൃത്തുക്കളെ, SMHS 1974-75 ബാച്ചിൻ്റെ ഗോൾഡൻ ജൂബിലി കഴിഞ്ഞ വർഷം നമ്മൾ ആദ്യമായിട്ട് വെക്കുണ്ടായി. അതിനുശേഷം നമ്മളൊരു എല്ലാവരെയും ആഗ്രഹപ്രകാരം ഒരു ടൂർ പ്രോഗ്രാം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു 1 ഡേ ടൂർ നടത്തുകയുണ്ടായി. അതെല്ലാവരെയും ആഗ്രഹപ്രകാരം ഉരുത്തിരിഞ്ഞൊരു സംഭവമാണ് നമുക്കൊരു കുടുംബ സംഗമം നടത്തണമെന്നുള്ളൊരു ആശയം. അതിൻ്റെ പരമായിട്ടാണ് ഇന്ന് ഈ കുടുംബ സംഗമം ഇവിടെ കൂടിയിരിക്കുന്നത്. കുടുംബസംഘത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ ഇതിലെ മെമ്പേഴ്സിനെ ക്ഷണിച്ചപ്പോൾ, ഇതിൻ്റെ ആദ്യകാലം തുടങ്ങിയപ്പോൾ തന്നെ ഹെഡ് മാസ്റ്റർ സമീപിച്ച് ഞങ്ങളിതിൻ്റെ ഈ ഗ്രൂപ്പിലുള്ളവരെ ലിസ്റ്റ് ഒന്നും എടുക്കാൻ പോയപ്പോൾ ഒരു നീണ്ട ലിസ്റ്റാണ് ഞങ്ങൾ കിട്ടിയത്. 269 പേരാണ് നമ്മുടെ SSLC ബാച്ചിലുണ്ടായിരുന്നത്. 269 പേരിൽ ഒരു 15 പേരോളം നമ്മളെ വേർപെട്ട് പോയി. ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. കാരണം ഇവിടുത്തെ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ ആ റെക്കോർഡുകളിൽ ഇവരുടെ പേരും അച്ഛൻ്റെ പേരും മാത്രമേ ഉള്ളൂ, മേൽവിലാസം കിട്ടിയിരുന്നില്ല. എന്നിരുന്നാലും ഇത് സംഘടിപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞാനും ഗോപാലകൃഷ്ണൻ മറ്റുള്ളവരെയൊക്കെ ചേർന്ന് എല്ലാവരെയും ഫോൺ നമ്പർ കളക്ട് ചെയ്ത് ഇതിലെല്ലാ മെമ്പേഴ്സുമായിട്ട് ബന്ധപ്പെടുകയുണ്ട്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവരെ വിവാഹിതരായിട്ട് മറ്റു സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. പിന്നെ കുറച്ചു പേരൊക്കെ ശാരീരികമായ വൈകല്യം മൂലം എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എന്നിരുന്നാലും കഴിഞ്ഞ തവണ നമ്മുടെ മറ്റ് ബാച്ചുകളൊക്കെ നടത്തിയതിനേക്കാൾ കൂടുതൽ വളരെ നന്നായിട്ട് ഏകദേശം ഒരു 120 മെമ്പർമാരോട് പങ്കെടുത്ത് നമ്മുടെ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചു എന്നുള്ള സത്യം. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഗോപാലകൃഷ്ണൻ മറ്റു കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് ഒത്തിരി പരിപാടികൾ അവതരിപ്പിക്കാനുണ്ട്. അത് ഞാൻ കൂടുതലായിട്ട് നീട്ടുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ തലപ്പരിക്കലിനെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം. പ്രിയപ്പെട്ട നന്നായും അപരിചിതരല്ല, അതുകൊണ്ട് തന്നെ ഒന്ന് ചിരിച്ച് എല്ലാവർക്കും ഒന്ന് ചിരിക്കാത്ത, അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഇടത്തും വലത്തിരിക്കുന്നവരെ നോക്കി ചിരിക്കും. ചിരിക്ക്. അപ്പൊ തന്നെ നമ്മുടെ എൻ്റെ 65 ഇപ്പം 55 ഇല്ലേ? എല്ലാവരും ചിരിക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും. ചിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരവസ്ഥയാണ്. അത് നമ്മൾ ചിരിക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കണം. എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ തന്നെ പകുതി അങ്ങനെ മാറുന്നതാണ്. അതായത് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സംഗമം ഇനി ആളുകളെത്താനുണ്ട്. ഇത് നമുക്ക് പരിപാടി നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇവിടെ നമ്മുടെ ഒരു പുസ്തക പ്രകാശനം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ സുഹൃത്തുക്കൾക്ക് അധിക സമയം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മുടെ പരിപാടി തുടങ്ങിയത്. എന്നാലും നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ
കാരണം ഞാൻ പല പ്രാവശ്യം വിളിച്ചാണ് പലയിടത്തിൽ ചേർന്നെങ്കിലും നിങ്ങൾക്ക് വരാൻ തോന്നിയല്ലോ, അത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വസന്തവും ശിശിരവും ഗ്രീഷ്മവും ഹേമന്തവും എല്ലാം വന്നു പോയിക്കൊണ്ടിരിക്കും. മഞ്ഞും കുളിരും തണുപ്പും മഴയും വെയിലും ചൂടും കാറ്റും മന്ദമാരൊക്കെ ഇങ്ങനെ പ്രകൃതിയുടെ വരദാനങ്ങളാണ്, പ്രതിഭാസമാണ്. അതിങ്ങനെ വരും, പോയിക്കൊണ്ടിരിക്കും, വരും, വന്നും പോയിക്കൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ഒരു സാധനം മാത്രം പോയാൽ തിരിച്ചു വരില്ല. ഒരു സാധനം പോയാൽ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു വരാത്തൊരു സാധനമുണ്ട്. ആർക്കൊണ്ടെങ്കിലും ഉത്തരം പറയാത്ത സമ്മാനമുണ്ട്. നമ്മൾ കൈവിട്ടു പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ആർക്കെങ്കിലും അറിയാമോ? അവർക്ക് സമ്മാനമുണ്ട്. കേട്ടില്ലേ? അതായത് വസന്തവും ശിശിരവും ഗ്രീഷ്മവും ഹേമന്തവും ഒക്കെ മഞ്ഞും കുളിരൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കാലചക്രമാണ്. പക്ഷെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമ്മളിൽ നിന്നൊരു സാധനം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. മരണം. കറക്റ്റ്. സെക്രട്ടറി ഒരു പേരോട് പറഞ്ഞാ സമ്മാനം. അത് നമ്മുടെ ജീവനാണ്. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമോ? ബാക്കിയെല്ലാം ഇങ്ങനെ കാലചക്രങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇതിനൊക്കെ തരപ്പോ നമ്മുടെ പുറകിൽ ആളുണ്ട്. ആര് പറഞ്ഞ മരണം നമ്മുടെ തൊട്ട് പുറകെയുണ്ട്. പല പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നു. അവിടെ ചെന്നപ്പോ ചിത്രകൂട്ടം പറഞ്ഞ് പുള്ളിനെ വിടാനായിട്ടില്ല. അവസരം അവിടെ വിടാൻ പറഞ്ഞു. നമ്മുടെ ഗുരുനാഥൻ സാറിന് ഇതുപോലെ ഒരു പ്രാവശ്യം വന്നാണ് അറ്റാക്ക് മൂലം. അപ്പൊ അവിടെ ചോദിച്ചപ്പോ ചിത്രകൂട്ടം പറഞ്ഞു പുള്ളിപ്പുഴക്ക് വന്ന ആളല്ല, പുള്ളിക്ക് പല കുട്ടികളെ നിയന്ത്രിക്കാനുണ്ട്, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. സാഹിത്യ അക്കാദമി പുരസ്കാരം വരെ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ആ പുണ്യാത്മാവിന് നമ്മളെല്ലാ രീതിയിലുള്ള ആദരവും നൽകുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ജീവിതത്തിൽ പോയി അങ്ങനെ നമ്മൾ തിരിച്ചു വരാത്ത ആ കാര്യങ്ങളും കൂടി നമ്മളങ്ങനെ കാണാനും കേൾക്കാനും എപ്പോഴും ഉണ്ടാവുന്നതിൽ നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവർക്കും കൂടുതൽ സന്തോഷത്തിന്റെ ദിനമാണ്. ആ ദിനത്തിൽ നിങ്ങളിവിടെ വരാനുണ്ടായത് നിങ്ങളുടെ മനസ്സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ ആരും വരും, അപ്പം വിളിച്ചതേ വരേണ്ട കാര്യമുണ്ട്. എന്നാലും നമുക്ക് മനസ്സുണ്ടായതുകൊണ്ടാണ് നാം ഇവിടെ വന്നത്. ഈ ബാല്യകാല സ്മരണകളുടെ പ്രക്രിയയായ ശ്രീമതി സുന്ദ ഷൈൻ, ശ്രീമതി മീര ടീച്ചർ, ശ്രീ പുരുഷോത്തമൻ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, പുസ്തകത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് പറയുന്നത്, ഇത് കൃത്യമായ ഒരു അനുഭവമായിട്ട് മനസ്സിൽ എന്ന് നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 74-75 കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ വർഷത്തിലെ 50 ആണ്ടുകൾ കഴിഞ്ഞു അല്ലേ? 50 ആണ്ട് സുവർണ്ണ ജൂബിലി ഒരു കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ വിദ്യാലയത്തിൽ ഞാൻ ആദ്യം പറയുന്ന ഒരു കാര്യം മറന്നുപോയി. ഒരു അനുശോചനം നിങ്ങൾ അറിയിക്കാനുണ്ട്. നിങ്ങളെ കൂടി പഠിപ്പിച്ച ഹേമാവതി ടീച്ചർ, ഓഷത്തിൽ വന്ന ഹേമാവതി ടീച്ചർ ഇന്നലെ അന്തരിച്ചു. അവരുടെ ധന്യമായ സ്മരണയ്ക്ക് മുമ്പ് ഒരു നിമിഷമൊന്നും എൻ്റെയും സീനിയറായിരുന്ന ടീച്ചറാണ് അവർ. എൻ്റെ സീനിയേഴ്സായിട്ടുള്ള ടീച്ചേഴ്സ് എല്ലാവരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി കഴിഞ്ഞിരിക്കും. അടുത്ത കൂടം എൻ്റെയാണുള്ള സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഏതായാലും നിങ്ങളിങ്ങനെ കാണുമ്പോൾ ചിലരുടെയൊക്കെ മുഖങ്ങൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന കാലഘട്ടത്തോടൊപ്പം തരത്തിലൊക്കെ മനസ്സിലെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട്. അപൂർവ ആളുകൾ മാത്രമേ സ്ഥിരമായിട്ട് കാണാറുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കുറേക്ക് ഞാനൊരു മാസികയും കൂടെ എഴുതിക്കൊണ്ടിരുന്നുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിലെന്നും എൻ്റെ മനസ്സിൽ വിട്ടുമാറാത്ത ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ആ സ്മരണ പർവ്വം ഞാൻ അവസാനിപ്പിക്കാം. അതായത്
വിദ്യാലയത്തിൽ അവസരം അനുഭവിക്കുന്ന കാലഘട്ടം ഈ പറഞ്ഞ പോലെ 19 വർഷത്തിന് മുമ്പാണെന്ന് അറിയിക്കുക. ഇന്നത്തെ പോലെയല്ല, പട്ടിണി വിട്ടുമാറാത്തൊരു കാലമായിരുന്നു. വളരെ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് നിരവധി വിദ്യാർത്ഥിനികൾ ഇവിടെ പഠിക്കാൻ വന്നത് ഭൂരിപക്ഷവും നിർത്തന കുടുംബങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു. അവർക്ക് പലർക്കും പഠനോപകരണങ്ങളും യൂണിഫോമും ഒക്കെ കൃത്യമായിട്ട് ആവശ്യത്തിന് പോലും തികയാത്ത അവസ്ഥയുണ്ടായിരുന്നതാണ്. അവരെയൊക്കെ അധികം സഹായിച്ചിരുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയായ ധർമ്മരത്ന ഭാഷയെ ഒരുപാട് സേവനമുണ്ട്. ഞാനും കുറേ വിദ്യാർത്ഥികളെ സഹായിച്ചു. അതിലൊരു വിദ്യാർത്ഥിനിയുടെ കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ അല്ല. 10ാം ക്ലാസ് എഡ്യൂഷൻ പഠിച്ചിരുന്ന ആ കുട്ടി ആഴ്ചയിൽ ഒരു ദിവസം വരില്ല. കാര്യം ഞാൻ അന്വേഷിച്ചപ്പോൾ കുട്ടിയിൽ പറഞ്ഞു അത് ഒരു ജോലി യൂണിഫോം മാത്രമേ ഉള്ളൂ, അത് അലക്കിയിടുന്ന ദിവസമാണ് അവൾ വരാത്തത്. കേട്ടപ്പോൾ എല്ലാവരും വന്നുപോയി. ഞാൻ ഉടനെ ഒരു യൂണിഫോമിനെ കൊണ്ടുപോയിട്ട് ലൈബ്രറിയിൽ ആ കുട്ടിയെ വിളിപ്പിച്ച് ഇത് കൊടുത്തു. കണ്ണ് നിറഞ്ഞു. വേണ്ടാന്നൊക്കെ പറഞ്ഞു. അച്ഛനമ്മമാർക്ക് തുല്യമാണ് ഗുരുക്കന്മാർ, അതിന് ഒരു സംശയമില്ല. മക്കളെ, നിങ്ങളെ മക്കളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അതിനപ്പുറത്ത് എന്താ പറയുക? മക്കളെന്ന് പറഞ്ഞാൽ അതിനപ്പുറം സ്നേഹത്തിൻ്റെ ദീപ്തി ഇങ്ങനെ പ്രകാശോജ്വലമായി നിൽക്കുന്ന ഒരു അനുഭവവും അറിയില്ല. ഞാൻ നിങ്ങളോട് പറയുന്ന ആ കുട്ടിയോട് പറഞ്ഞാലേ അത് കൊട്ടിട്ട് പറഞ്ഞ ആരോടും പറയണ്ട. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് എക്സ്കർഷന് പോകുന്ന പരിപാടികളുണ്ട്. ഞാൻ ഒരിക്കലും പോയിട്ടില്ല. മറ്റു കുട്ടികൾ പോകുന്നു, അദ്ദേഹത്തിൻ്റെ 75 രൂപ കൊടുക്കണം, മലമ്പുഴ എന്നു പോവുകയാണ്. അതിനകത്തേക്ക് ഞാൻ ചില സ്പെഷ്യൽ പീസൊക്കെ കൊണ്ടിരിക്കും. ഇതിന് ഞാൻ ആ രൂപ സംഘടിപ്പിച്ച ആ കുട്ടിയെ വിളിച്ച് ലൈബ്രറിയിൽ കൊണ്ടുവന്ന് വാങ്ങിച്ചില്ല. കുട്ടി സ്വല്പത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇനി ഇതെനിക്ക് വാങ്ങിക്കാനായിട്ട് പറ്റില്ല, വാങ്ങിയില്ല. 10ാം ക്ലാസ്സിൽ നമ്മൾ ഭംഗിയായി തോറ്റ് കണ്ടൊക്കെ നിർത്തി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇവിടെ പട്ടണത്തിൽ നിന്ന് സുമാരൻ എന്ന് പറയുന്നൊരു അധ്യാപകൻ നമ്മൾ വിളിച്ചു. അടുത്ത കാലത്ത് അകാലത്തിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തു, അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു. അതറിഞ്ഞ് ഞാനിവിടെ നിന്ന് നേരെ നമ്മുടെ കിഴക്കുള്ള നമ്മുടെ മണിയുടെ വീടിനടുത്തുള്ള സ്ഥലത്തിൻ്റെ നടന്ന് പട്ടണത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ അകലെ നിന്ന് ഒരു ചെറുപ്പക്കാരിയും വരുന്നു. ആ ചെറുപ്പക്കാരിയുടെ തൊഴിലൊരു കുഞ്ഞുണ്ട്. ഏതൊക്കെ അടുത്തെത്തിയപ്പോഴേക്ക് കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് മുന്നോട്ട് ഓടുന്നത് എൻ്റെ കാൽക്കുലേറ്റർ വീഴുന്നു. ആളെ മനസ്സിലായില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എഴുന്നേറ്റപ്പോൾ അത് ഈ കുട്ടിയായിരുന്നു. എന്നോട് പറഞ്ഞു, സാർ ആ കാണുന്നതാണ് എൻ്റെ വീട്, സാർ തിരിച്ചൊരു പോകാൻ കാരണം എന്തെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോകാം. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. പക്ഷേ വീട്ടിൽ ചെന്നൊരു ശവസംസ്കാരത്തിന് ഒരുപാട് സമയമുണ്ട്, വളരെ വൈകി. എൻ്റെ വീട്ടിൽ ടീച്ചർ ഓർക്കുന്നത് ടീച്ചറോട് കാറും കൊണ്ട് ഒന്നുണ്ടായിരുന്നു. വളരെ വൈകിയാണ് സാറിൻ്റെ ടീച്ചറിൻ്റെ കാറും കയറി. ആ വിട്ടും എൻ്റെ മനസ്സിലാക്കി ആ കുട്ടി ആ വെള്ളവും കൊണ്ട് അവരെ കാത്തിരുന്നു. അങ്ങനെ കുറച്ച് അനുഭവങ്ങളുണ്ട്. വേറെ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് നിങ്ങളുടെ കുസൃതികളും ലക്ഷണത്തിൽ സാമർഥ്യം കാണിച്ചതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ പ്രായത്തിന് അനുസൃതമായിട്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള കുസൃതികളും ചാപല്യങ്ങളും ഒക്കെയാണ് മധുര സ്മരണകളായിട്ട്, ശാശ്വത സ്മരണകളായിട്ട് ഞങ്ങളുടെ മനസ്സിൽ എന്നും തന്നെ നിൽക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ധാർമ്മികത്വത്തിൻ്റെ കാര്യത്തിൽ 2 തരങ്ങളാണ് സമൂഹത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായി നിൽക്കുന്നത്. ഒന്ന് ആതുര ശുശ്രൂഷാരംഗം. അവിടെ ബിഷപ്പന്മാർ മരണത്തിൽ നിന്ന് മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അത്രയും വലുതായിട്ടൊന്നുമില്ല. രണ്ടാമത്തത് അക്ഷര നക്ഷത്രങ്ങളിൽ തെളിച്ചം മനസ്സിൽ പകരുന്ന വിദ്യാഭ്യാസ രംഗം. അവിടെ പിഴവുപറ്റാൻ പാടില്ല. വിദ്യാഭ്യാസ രംഗത്ത് പിഴവുപറ്റി കഴിഞ്ഞെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയിൽ അവരുടെ സാംസ്കാരികവും വിജ്ഞാനപരവുമായ വളർച്ചയ്ക്ക് കോട്ടക്കെട്ടുണ്ടായിരിക്കും. ഒരു ആതുര ശുശ്രൂഷാരംഗത്ത് വിശ്വകരം തെറ്റുപറ്റിയാൽ ഒരു ജീവിതമായിരിക്കും അവസാനിക്കുക. ഇത് രണ്ടുമാണ് ഏറ്റവും ധാർമ്മികത്വത്തിൻ്റെ ഉത്കൃഷ്ടമായ കാര്യങ്ങൾ. അതിൽ ഇവിടെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ നക്ഷത്ര വെളിച്ചം മനസ്സിൽ എപ്പോഴും ഇങ്ങനെ പ്രകാശം വർഷിച്ചുകൊണ്ടിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളിൽ തന്നെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കും, സന്തോഷമുള്ളവരുണ്ടാവും. എല്ലാവരും
ജീവിതമാണ് ജീവിതത്തിൽ അഭിനയിച്ചു പറ്റി എന്നുള്ള നിലയ്ക്ക് ധീരമായി സമാശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അതിലേക്ക് നേരിടുക, അതാണ് നമുക്ക് കരണീയം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസയും നിങ്ങളുടെ ജീവിതത്തിൽ ധന്യമാക്കട്ടെ എന്ന നിലയിലുള്ള എല്ലാ ആശംസയും ഹൃദയപൂർവ്വം ഞാൻ വിശദമായ ആത്മകഥയല്ല ശ്രീമതി സുന്ദരശേഖരി, ബാല്യകാല സ്മരണകൾ മാത്രമാണ്. മലയാളത്തിൽ വനിതകൾ എഴുതിയിട്ടുള്ള കുറെ ആത്മകഥകളുണ്ട്. സുരേഷാന്റെ രാമകൃഷ്ണപിള്ളയുടെ യുവാക്കളിൽ ആദ്യമായിട്ട് നാടുകെടുക്കപ്പെട്ട പത്രപ്രവർത്തകനായ രാമകൃഷ്ണന്റെ പത്നി ബി കല്യാണിയുമാർ എഴുതിയ വ്യാഴവട്ട സ്മരണകൾ. അത് 12 കൊല്ലക്കാലം മാത്രമേ അവരുടെ ദാമ്പത്യം ഉണ്ടായിരുന്നുള്ളൂ. അതിനൊക്കെ അദ്ദേഹം നാടുകെടുക്കപ്പെടുകയും പാലക്കാട് വെച്ച് അന്ത്യവിധിയും ചെയ്തു 36-ാമത്തെ വയസ്സിൽ. മറ്റൊന്ന്, മഹാനായ പ്രൊഫസർ, മലയാള സാഹിത്യത്തിലെ നിരൂപകരേണ്യന്മാരിൽ ഒരാളായ പ്രൊഫസർ എം പി പോളിൻ്റെ ഭാര്യ ഭർത്താവിനെ കുറിച്ചുള്ള സ്മരണകൾ, സ്മരണകൾ. പിന്നെ അവരുടെ മകൾ റോസി തോമസ്, CJ തോമസ് എന്ന സ്വതന്ത്ര ചിന്തകനും സാഹിത്യ നിരൂപകനും നാടകത്വമൊക്കെ ആയിരുന്ന CJ തോമസിൻ്റെ ഭാര്യ റോസി തോമസ്. അവരെ ജീവനെൻ്റെ പ്രിയ CJ. ഇങ്ങനെ ധാരാളം. ഈ അവസാന കാലത്തെ ലീലാവതി, പ്രശസ്തയായ ലീലാവതി ടീച്ചർ മാതൃഭൂമി വാരികയിൽ എഴുതിക്കൊണ്ടിരുന്ന ആത്മകഥ ചിലരെങ്കിലും വായിച്ചു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ പുസ്തകരൂപത്തിലായിരുന്നു. ഇതൊക്കെ പൂർണ്ണമായ ആത്മകഥകളാണ്. ഇവിടെ പാരിജാതം പൂത്ത ബാല്യമാണ്. അങ്ങനെയാണ് ബാല്യകാല സ്മരണകൾ. ഈ സ്മരണകൾക്ക് മൊത്തത്തിൽ പറയാവുന്നത് കവിത തുളുമ്പുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയാണ് ഈ എഴുത്തുകൾ. അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പേരുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വീടിൻ്റെ മറ്റുള്ളൊരു പാരിജാതം, അതിൻ്റെ പൂക്കൾ, ആ പൂക്കൾ പറിച്ചുകൊണ്ട് വന്നിട്ട് മാല കൊടുക്കുന്നതും അലങ്കരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു പോകും. അങ്ങനെ തുടങ്ങുന്ന ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ പുസ്തകത്തിൻ്റെ പേരാണ്. ബാല്യകാലത്ത് അമ്മ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അവിടെ അമ്മൂമ്മയുടെ പരിചരണം, അമ്മൂമ്മയുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഹൃദയബന്ധം, ഇതൊക്കെ വർണ്ണിച്ചു പോകുന്നത്. തൊട്ട് അയൽപക്കത്ത് വീടിൻ്റെ അടുത്തൊരു തോടിൻ്റെ അക്കരെ അയൽപക്കത്ത് ഒരു ദുഃഖിത കുടുംബം കുടിയേറി താമസമാക്കി. അതുകൊണ്ട് ആദ്യമാണെന്ന് അവരുമായിട്ട് ബന്ധമുണ്ടായിരിക്കുകയാണ്. പിന്നീട് പാലം വേണ്ടിയിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുകയും ആ വീട്ടിലെ ഒരു മൂത്ത ചേച്ചിയായിട്ട് ഹൃദയബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. അവസാനിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യനാണ്. നമുക്കെല്ലാവരും ഇത് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല, നമ്മുടെ ഭൂമിയിലെ ഒരു ജീവി, ഒരു മൃഗം എന്ന് വേണമെങ്കിൽ പറയാം, ആ മൃഗത്തിൻ്റെ പേര് അതിൻ്റെ ഇനിഷ്യലോട് കൂടിയാണ് അറിയപ്പെടുന്നത്. അതായത് മൃഗത്തിൻ്റെ പേരോടുകൂടി ഇനിഷ്യൽ കൂടി വരും. മനുഷ്യർക്ക് മാത്രമേ ഇനിഷ്യൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് നമ്മുടെ ധാരണ. പക്ഷേ അങ്ങനെ ചോദ്യം, ഓരോ മൃഗത്തിൻ്റെ പേര് അതിൻ്റെ ഇനിഷ്യലോട് കൂടിയാണ് അറിയപ്പെടുന്നത്. ഏതാണ് ആ പേര് എന്നാണ് അറിയുന്നത് ചോദ്യം. കലമാൻ. അത് മാനല്ല, അതിനകത്ത് ഇനിഷ്യൽ വരുന്നത് കലമാൻ. എന്നാലും ഞാൻ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ സഹിക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പ്രൊഫഷണലായിട്ടുള്ള ഗായകരെ ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമ്മുടെ കൂടെ പഠിച്ചുള്ള ആളുകളൊക്കെ ഉണ്ട്. എന്നാലും എൻ്റെ പാട്ടിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പറയുന്നു. ഇടയ കണ്ണികേ പോവുക നീ ഈ അനന്തമാ ജീവിത രീതി, ഇടരാതെ താഴാതെ. ഇടയ കണ്ണികേ പോവുക നീ ഈ അനന്തമാ ജീവിത രീതി, ഇടാതെ കാലിടരാതെ. ഇടയ കണ്ണികെ പോവുക നീ കണ്ണുകളാലെ അന്വേഷിപ്പു ദൂരെ
കണ്ണുകളാലും കണ്ണുകളാലെ അന്വേഷിപ്പു ദൂരെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്തും നീ മനുഷ്യപുത്രനെ ഇന്നല്ലെങ്കിൽ നാളെ ഇടയ കന്യകേ പോകണി ഈ അനന്തമാ ജീവിത വീതി ഇടരാതെ കാലിടരാതെ ഇടയ കന്യകേ പോകണി കയ്യിലുയർത്തിയ പുരുഷൻ കൊണ്ടേ കാൽവരി നിൽപ്പു ദൂരെ കയ്യിലുയർത്തിയ കുരിശും കൊണ്ട് കാൽവരി നിൽപ്പു ദൂരെ എന്നാത്മാവിൻ ഉയർത്തിനീക്കും കണ്ണീരൊപ്പും നാഥൻ എന്നാത്മാവിൻ ഉയർത്തിനീക്കും കണ്ണീരൊപ്പും നാഥൻ ഇടയ കന്യകെ പോവുക നീ അനന്തമാ ജീവിത വീതി ഇടരാതെ കാലിടരാതെ ഇടയ കന്യകെ പോവുക നീ. അടുത്ത ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ള 19ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ആൻസർ അറിയാവുന്നതാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ 19ാമത്തെ ക്വസ്റ്റ്യൻ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഹൈസ്കൂളിൽ എത്ര അധ്യാപക ദമ്പതിമാർ ഉണ്ടായിരുന്നു? ആദ്യം കൈവക്കുന്നവരാണ് നോക്കാം. എത്ര അധ്യാപക ദമ്പതിമാർ ഉണ്ടായിരുന്നു? വീണ്ടും അഗസ്റ്റിന്റെ ഭാര്യ നമ്മൾ ആദ്യം കൈവയ്ക്കുന്നു. അഗസ്റ്റിന്റെ ഭാര്യ ആദ്യം കൈവക്കി. അതിനുശേഷം നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഇങ്ങനെ ജാക്കിരി അഹമ്മദ് കുട്ടിയായിരുന്നു ദിവസം. അടുത്ത പേര് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഓർത്തിരിക്കാനാണ്. മദർ തെരേസ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. വളരെ ബഹുമാനീയായ ലോകം അംഗീകരിക്കുന്ന ആദരിക്കുന്ന വ്യക്തി. അൽബേനിയക്കാരിയാണെങ്കിലും പിന്നെ കൊൽക്കത്തയിൽ സ്ഥിരതാമസമാക്കി പിന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി താമസിച്ച ഒരു വ്യക്തിത്വമാണ്. അൽബേനിയക്കാരിക്ക് നമ്മൾ പരമാവധി ബഹുമതിയൊക്കെ കൊടുത്ത് ആദരിച്ചിട്ടുള്ള വ്യക്തിയാണ് മദർ തെരേസ. അത് കറക്റ്റാണ്. മദർ തെരേസ. എനിക്കറിയേണ്ടത് മദർ തെരേസയുടെ യഥാർത്ഥ പേരെന്താണെന്നാണ് അറിയേണ്ടത്. മദർ തെരേസയുടെ യഥാർത്ഥ പേര് CH മുഹമ്മദ് കോയ. ഞാൻ പറഞ്ഞ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു. അല്ല 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 കറക്റ്റ് ആൻസർ വന്നിട്ടില്ല.